ഒരു സ്പൈ മൂവി ഇന്ത്യയിൽ ഇത്രത്തോളം ഒരു ഓളം ഉണ്ടാക്കുമെന്ന് ചോദിച്ചാൽ അത് ഓളം ഉണ്ടാക്കും. ഈവൻ ഷാരൂഖ് ഖാന്റെ സ്പൈ ആയിട്ട് അഭിനയിക്കുന്ന ആ ഒരു സിനിമയെ പോലും വെല്ലുവിളിച്ചുകൊണ്ടാണ് ഈ ഒരു സിനിമ ഇറങ്ങിയത്. നമുക്കിന്ന് സംസാരിക്കാം ദുരന്തറിനെ കുറിച്ച്. ദുരന്തർ എന്ന് പറയുന്ന ഒരു മൂവി ഞാൻ കാണുന്നത് മൾട്ടിപ്ലക്സിൽ പോയിട്ടാണ്. അതായത് നമ്മൾ ഇവിടുത്തെ ലോക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളെ ടൗൺഷിപ്പിലുള്ള ഒരു തിയേറ്ററിലും ദുരന്തർ ഇല്ല. ഈവൻ കാട്ടാക്കട ഇല്ല, നെടുമങ്ങാട്ടില്ല. ഈ രണ്ട് ഈ മെയിൻ ലൊക്കാലിറ്റിയിലുള്ള രണ്ട് തിയേറ്ററിലും ദുരന്തർ സിനിമ ഇല്ല. പിന്നെ ഉള്ളത് മൾട്ടിപ്ലക്സിലാണ് ഉണ്ടായിരുന്നത്. ലുലു മാൾ അങ്ങനത്തെ സ്ഥലങ്ങളില്ല. സോ എന്തുകൊണ്ട് ഇവർ ഈ ഒരു സിനിമ ഇവിടുത്തെ ഈ ഒരു ടൗൺഷിപ്പിലുള്ള തിയേറ്ററിൽ ഓട്ടിക്കാത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് വ്യക്തമായിട്ട് കാരണം അറിയില്ല. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത് ഇതൊരു അത്ര കുഴപ്പമില്ലാത്ത അല്ലെങ്കിൽ മോശമായിട്ടുള്ള സിനിമ ആയിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇൻസ്റ്റഗ്രാം റീൽസ് ആണ് എന്നെ വീണ്ടും ഇതിലോട്ട് പിടിച്ച് തള്ളിയത്. കാരണം എന്ന് വെച്ചാൽ അത്രത്തോളം ഹൈപ്പ് കൊടുത്താണ് ഇൻസ്റ്റഗ്രാം റീൽസിൽ ഈ ഒരു സിനിമയിൽ ഓരോ ക്ലിപ്സ് എല്ലാം കാര്യങ്ങളും വരുന്നത്. അതുപോലെ തന്നെയാണ് മൂവി. ഈ സ്പൈ മൂവി എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെയാണ് ചെയ്യാവുള്ളത്. ഇത് അഡൽട്ട് ഉള്ള സിനിമയാണ്, അതായത് സിനിമയാണ്. മാത്രമല്ല അതിനനുസരിച്ചുള്ള വയലൻസും ഉണ്ട്. ഇവ നമ്മൾ ആനിമൽ സിനിമയോട് സാമ്യം വരുന്ന വയലൻസ് പക്ക ഏരിയയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഒരു ദുരന്തരം എന്ന് പറയുന്ന സിനിമ. ഇന്ത്യയിലുള്ള ഒരു സ്പൈ നേരെ പാകിസ്ഥാനിലോട്ട് എത്തുന്നു. അവിടെ കുറച്ച് ആ ഒരു പാകിസ്ഥാൻ ഏരിയയിലായിട്ട് കുറച്ച് മിങ്കിളാകാൻ കുറച്ച് കഷ്ടപ്പെടുന്നു. പിന്നെ അതിനുശേഷം പാകിസ്ഥാൻ അധോലോകമായിട്ട് ആ ടെററിസ്റ്റ് ഗ്രൂപ്പുമായിട്ട് ഒരു ജോയിൻ ചെയ്യുന്നു. അതാണ് ഈ ഒരു സിനിമയുടെ ഒരു ബേസിക് ആയിട്ടുള്ള സ്റ്റോറി എന്ന് പറയുന്നത്. പിന്നെ അങ്ങോട്ട് സിനിമ പോകുന്ന ഒരു പീക്ക് ലെവലിലോട്ടാണ്. അതാണ് ഇതിന്റെ മെയിൻ എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കാതെ പല പല ട്വിസ്റ്റുകളും വരുന്നു എന്നുള്ളതാണ് ഇതിന്റെ അടുത്തൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. കാരണം വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന വില്ലനിസം എല്ലാം ഒറ്റയടിക്ക് തന്നെ ഹീറോയിസ് ആയിട്ട് മാറുകയാണ്. മനസ്സിലായി? കാരണം അതിൽ കാണിക്കുന്ന മെയിൻ വില്യൻസ് സിനിമ കണ്ടാൽ മനസ്സിലാവും. മെയിൻ വില്യൻസ് നമ്മൾ വിചാരിക്കും വില്ലൻ ആണെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും അത് കറങ്ങിത്തിരിഞ്ഞ് ഹീറോ ആയിട്ട് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ഈ ദുരന്തരം എന്ന് പറയുന്ന സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഒരു സിനിമ ഒരു റിയൽ സ്റ്റോറിയാണ്. നിങ്ങൾ പല റീൽസിലും കണ്ടിട്ടുമായിരിക്കും. റിയൽ സ്റ്റോറിയാണ്. മോഹിത്ത് എന്ന് പറയുന്ന ആ ഒരു ഇന്ത്യൻ ആർമിയിലുള്ള ആൾക്കാർ മുടി താടിയൊക്കെ നീട്ടിയിട്ട് 2 ആഴ്ചത്തോളം കഷ്ടപ്പെട്ട് ആ ഒരു പാകിസ്ഥാനി ലുക്കിലും പാകിസ്ഥാനി ആ ഒരു കൾച്ചറും ഫോളോ ചെയ്ത് അവിടെ പാകിസ്ഥാനിലോട്ട് പോകുന്നു. അവിടെ നിന്ന് 31-ാമത്തെ വയസ്സിൽ മരണപ്പെടുന്നു. അതുപോലെ എത്തിയതിനു ശേഷവും പലതരത്തിലുള്ള രഹസ്യങ്ങൾ ഇന്ത്യയിലോട്ട് ചോർത്തി കൊടുക്കുന്ന ആ ഒരു മൂവി ലൈനപ്പാണ് ഈ ദുരന്തരം എന്ന് പറയുന്നത്. എൻഡിങ്ങും അത്യാവശ്യം പക്കയാണ്. വില്ലനിസം, അതായത് നമ്മുടെ ഡാൻസ് കളിക്കില്ലേ ഷൂസ്, ആ പുള്ളിയൊക്കെ മെയിൻ പീക്ക് വില്ലനിസം ആണ്. അതും റിയൽ സ്റ്റോറിയാണ്. എങ്ങനെ നോക്കിയാലും ദുരന്തരം എന്ന് പറയുന്നത് പക്ക സ്പൈ മൂവി എടുത്തു വെച്ചിരിക്കുകയാണ്. ഞാൻ എന്റെ ട്രെയിലർ പോലും കണ്ടിട്ടില്ല. ഇത് ഞാൻ പറഞ്ഞില്ല, എന്നെ വലിച്ചഴിച്ചിട്ടത് ഈ ഒരു റീൽ സെഗ്മെന്റ് ആണ്. ഇൻസ്റ്റാഗ്രാം ഫുള്ള് ഈ ഒരു റീൽ സെഗ്മെന്റ് ആണ് എന്നെ ഈ ഒരു സിനിമയിലോട്ട് എന്നെ വലിച്ചിട്ടത്. പീക്ക് സിനിമ. നമ്മൾ ഈ ബബബയുടെ ഇടയിൽ മലയാളികൾ കാണാൻ മറന്നതാണോ എന്ന് ഒരു സംശയമുണ്ട്. ഉറപ്പായിട്ടുണ്ട്. പീക്ക് സിനിമയായിരുന്നു ഈ ഒരു ദുരന്തർ എന്ന് പറയുന്നത്. ഇതിന്റെ സെക്കൻഡ് പാർട്ട് മാർച്ചിൽ വീണ്ടും റിലീസാണ്. സിനിമയുടെ ഏകദേശം ഡ്യൂറേഷൻ മാത്രമായിട്ട് 3 മണിക്കൂറും 20 മിനിറ്റും ഉണ്ട്. സെക്കൻഡ് പാർട്ട് മാർച്ച് 19 ഇറങ്ങുന്നത് 2026. ഇവർ 2 സെഗ്മെന്റിലോട്ട് എടുത്തു വെക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ ബീജിയം ആണ്. ഹനുമാൻ കൈൻഡ് ഒക്കെ വന്ന ആ ഒരു റാപ്പ് സോങ്ങിലോട്ട് ഈ ഒരു ബീജിയം പോകുന്നത് വേറൊരു പീക്ക് ലെവലിലാണ്. നിങ്ങൾ ജസ്റ്റ് ഒരു ഇന്ത്യയെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇന്ത്യൻ ആർമി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും കാണേണ്ട പടം ദുരന്തർ. എൻ്റെ ഒരു ജസ്റ്റ് അഭിപ്രായമാണ് പറയുന്നത്. ഞാൻ പറയുന്നത് അഭിപ്രായം നോക്കി സിനിമ കാണണമെന്നാണ്. ഞാൻ കണ്ടിട്ടുള്ള മിക്ക സിനിമകളും അത്യാവശ്യം പോസിറ്റീവായിട്ടാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. കാരണം എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ മാത്രമേ ഞാൻ കാണാറുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെടുന്ന സിനിമകൾ മാത്രമേ ഞാൻ റിവ്യൂ ചെയ്യാറുള്ളൂ. സോ എന്തായിരുന്നാലും നിങ്ങൾക്ക് ആ ഒരു സിനിമ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി നോക്കുക, വേറെ ലെവൽ. അപ്പൊ അടുത്തോടെ കാണുന്നവരേക്ക് ബൈ.